അവിടെ പരിശോധന നടക്കുകയാണ്. ഇന്ന് വ്യാപകമായ പരിശോധനയാണ്. ആരെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ, ഈ കാണാതായ ആളുകൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാൻ വ്യാപകമായ ശാസ്ത്രീയ പരിശോധനകൾ തുടരുകയാണ്. നമുക്കൊപ്പം KR ഗോപികൃഷ്ണൻ കൂടി അല്പനിമിഷങ്ങൾക്കകം ചേരും. ഐബോർഡ് വെച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിശോധനയാണ്. അതിന്റെ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ ദുരന്ത ബാധിത മേഖലയെ 6 സോണുകളായി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ്. ഐബോർഡ് എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് ബെറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ചിട്ടുള്ള ഇമേജസ് പുറത്തു വരുന്ന സാങ്കേതിക വിദ്യയാണ് ഐബോർഡ് സാങ്കേതിക വിദ്യ. സാധാരണ നിലയിൽ സൈന്യം യുദ്ധമേഖലകളിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഐബോർഡ് സാങ്കേതിക വിദ്യ. അതായത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടുള്ള മൈനുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും IED പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ വേണ്ടി, അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഐബോർഡ്. അത് ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ സോൺ 4-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ചൂരൽമല മേഖലയിൽ ദുരന്തം സർവസ്വവും ഇല്ലാതാക്കി ഈ മേഖലയിൽ നിന്ന് മൃതദേഹങ്ങളൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉരുണ്ടുകൂടിയിരിക്കുന്ന മണ്ണിനടിയിൽ, പാറക്കല്ലുകൾക്കിടയിൽ, വൻ മരങ്ങൾക്കടിയിൽ എവിടെയെങ്കിലും മൃതശരീരങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ഈ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിലൂടെ ശ്രമിക്കുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലനാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം സാധാരണ നിലയിൽ ഇതൊരു ദുരന്ത മേഖലയിൽ മൃതശരീരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ അല്ല. പക്ഷേ ഇതിനു മുൻപ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഷിരൂരിൽ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു. അതുകൊണ്ട് M ഇന്ദ്രപാലന്റെ സഹപ്രവർത്തകനായ ഒരാൾ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം മണ്ണിനടിയിൽ എന്തെങ്കിലും വസ്തുക്കൾ, നമ്മൾ അന്വേഷിക്കുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി തരുമെന്നതാണ്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി സൂക്ഷ്മമായി പരിശോധനകൾ നടത്താൻ കഴിയും. 217 പേരെയാണ് ഈ ദുരന്തത്തിൽ കാണാതായതായി ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കണക്ക്. അങ്ങനെയാണെങ്കിൽ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളോ സൂചനകളോ നൽകാൻ ഈ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിൽ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന സംഘം. അങ്ങനെ വന്നാൽ വളരെ വേഗം തന്നെ ഈ ദൗത്യസേനയ്ക്ക് ആ മേഖലയിൽ എത്താനും വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ കോൺക്രീറ്റ് കട്ടറുകൾ ഉപയോഗിച്ചും ഈ പാളികൾ നീക്കം ചെയ്ത് അതിനടിയിൽ മൃതശരീരങ്ങളോ ശരീരഭാഗങ്ങളോ ഉണ്ടോ എന്ന് തിരയാനും കണ്ടെടുക്കാനും കഴിയും. അതാണ് ഈ തിരച്ചിൽ നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. രാവിലെ ഇവിടെ ഒരു മൃതശരീരം ഉണ്ട് എന്ന് സംശയിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് ഇടിഞ്ഞു വീണ ഒരു കെട്ടിടത്തിന്റെ സമീപ പ്രദേശത്തായിരുന്നു. അവിടെ നിന്ന് രൂക്ഷമായ ഒരു ദുർഗന്ധം വന്നിരുന്നു. അപ്പോൾ അവിടെ ഒരു മൃതാവശിഷ്ടം ഉണ്ട് എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവുകയും ഉടൻ തന്നെ മണ്ണുമാന്തി യന്ത്രം എത്തി അവിടെ കുഴിച്ച് പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ആ മേഖലയിൽ, അതായത് പുഴയുടെ മറുഭാഗത്ത് ഒരു അമ്പലമുണ്ടായിരുന്ന ആ പ്രദേശത്ത് സോൺ 4-ൽ പരിശോധന നടത്തിയ ശേഷം ഇപ്പോൾ ഡ്രോൺ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ പുഴയുടെ മേഖലകളിലും മണ്ണ് മൂടിക്കിടക്കുന്ന ഇടങ്ങളിലും പാറക്കല്ലുകൾ വീണ ഇടങ്ങളിലും അതുപോലെ വലിയ വലിയ തടിക്കഷ്ണങ്ങൾ വീണ് കിടക്കുന്ന ഇടങ്ങളിലുമൊക്കെ ഈ ഡ്രോൺ താഴ്ന്ന് പറന്ന് അവിടെ നിന്നുള്ള ഇമേജസ് എടുക്കുകയാണ്. ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ഈ ഡ്രോണിനുണ്ട്. ആ യൂണിറ്റിൽ നോക്കിക്കഴിഞ്ഞാലായിരിക്കും ഇതിൻ്റെ ഇമേജസ് അറിയുക. M ഇന്ദ്രപാലനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അവരുടെ മൊബൈൽ ഫോണിലൂടെ ഈ എന്തെങ്കിലും ഒരു ഇമേജസ് ഇതിലൂടെ തെളിഞ്ഞു വരുന്നുണ്ടോ, എവിടെയെങ്കിലും ഒരു മൃതാവശിഷ്ടം കിടക്കുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെ അത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലവും കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ കാര്യത്തിൽ നേരത്തെ ഞാൻ M ഇന്ദ്രപാലനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് നിലവിൽ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഈ സാങ്കേതിക വിദ്യ എന്താണെന്ന് എന്നോട് വിശദീകരിക്കുകയും ഇനി അങ്ങോട്ട് എങ്ങനെയാണിത് ഈ പരിശോധന നടത്താൻ പോകുന്നത് എന്ന കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇപ്പോൾ ഇതിന് ശേഷം അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുകയും എന്തെങ്കിലും ഒരു ഫലം ഈ ഐബോർഡ് പരിശോധന കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്യും. സൈന്യം നടത്തുന്ന ദൗത്യമാണ്, സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ദൗത്യം നടക്കുന്നത്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരൊക്കെ സജീവമായി ചൂരൽമല മേഖലയിൽ ഉണ്ട്. ഇന്നത്തെ തിരച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്നും ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടും ഇന്നത്തെ തിരച്ചിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഈ മേഖലയിൽ തന്നെയാണ്, ചൂരൽമല മേഖലയിൽ തന്നെയാണ്. മാത്രമല്ല, ഞാൻ അല്പം മുൻപ് വ്യവസായ മന്ത്രി P രാജീവുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ മേഖലയിൽ നടത്തുന്ന തിരച്ചിലിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, എത്ര നാൾ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കുക ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സൈന്യം നൽകുന്ന ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. സേനാംഗങ്ങൾ നൽകുന്ന വിവരങ്ങൾ, അതായത് ഇനി തിരഞ്ഞിട്ട് കാര്യമുണ്ടോ, ഇനി ഏതെങ്കിലും മേഖലകൾ പ്രത്യേകം കേന്ദ്രീകരിച്ച് തിരയേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെയുള്ള അവരുടെ ഇൻപുട്ട് എടുത്ത ശേഷമായിരിക്കും സർക്കാർ ഈ കാര്യങ്ങളിൽ ഒരു അന്തിമമായ തീരുമാനത്തിലെത്തുക. ഒരു പക്ഷേ ഇനി ആരെയും കണ്ടെത്താൻ കഴിയില്ല എന്ന ഒരു ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും മാന്യമായ രീതിയിൽ ഒരു വിടവാങ്ങൽ നൽകുക എന്നതിനായിരിക്കും സർക്കാർ മുൻഗണന നൽകുക എന്നുകൂടി വ്യവസായ മന്ത്രി P രാജീവ് പറഞ്ഞു. SKയിൽ ഇന്ന് 67 മൃതശരീരങ്ങളാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്തതായിട്ടുള്ളത്. ആ മൃതശരീരങ്ങളുടെ കൂട്ട സംസ്കാരം ഇന്ന് നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതുപോലെ തന്നെ സർവ്വമത പ്രാർത്ഥനയോടുകൂടിയായിരിക്കും ഈ മൃതശരീരങ്ങൾ സംസ്കരിക്കുക.
പരിശോധിക്കുക. അതിനുവേണ്ടി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കുറച്ച് ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. പി രാജീവ് വ്യവസായ മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞത് രാവിലെ ഈ പ്ലാന്റേഷൻ ആളുകളുമായി താൻ ഒരു കൂടിയാലോചന നടത്തിയിരുന്നു. എങ്ങനെയാണ് വയനാട്ടിൽ ദുരന്തം ബാധിച്ച ഈ മേഖലയിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ടൗൺഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത്, അതിനുള്ള പ്രദേശം സ്ഥലം എവിടെ നിന്ന് കണ്ടെത്തും, അതിന് അനുയോജ്യമായ ഒരു മേഖല ഒരു പ്രദേശം ഏതാണെന്ന് എങ്ങനെ നിശ്ചയിക്കുമെന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ പലരും അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചു. മാത്രമല്ല സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനങ്ങളോടും ഈ പുനരധിവാസത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ വയനാടിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാനിനോട് പൂർണ്ണമായും സഹകരിക്കും എന്ന് ഈ തോട്ടം ഉടമകൾ അറിയിച്ചതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ ഇത് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പരിശോധന കഴിഞ്ഞ ശേഷം ഈ ഡ്രോൺ ബേസ്ഡ് ഈ ഐബോർഡ് എന്ന ഈ സംവിധാനം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മറ്റൊരു ഇടത്തേക്ക്, അതായത് 2 ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടത്തി. ആ ഇമേജസിന്റെ ഫലം എന്താണെന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല. ഏതായാലും ആ കാര്യങ്ങളിൽ ഒരു അനുകൂലമായ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം ഒരുപക്ഷെ ഇതിന് ശേഷം ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരിക്കും വ്യക്തമാവുക. അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രദേശത്ത് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചും അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റ് കട്ടറുകൾ എത്തിച്ചും ആ പ്രദേശത്തെ ക്ലീൻ ചെയ്തുകൊണ്ട് അവിടം പരിശോധിക്കും എന്നുള്ളതാണ് ഈ ഡ്രോൺ പരിശോധനയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇപ്പോൾ മറ്റൊരു ഇടത്തേക്ക്, അതായത് 6 സോണുകളായിട്ടാണ് ഈ ദുരന്ത മേഖലയെ തിരിച്ചിരിക്കുന്നത്. സോൺ 4-ൽ, അതായത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, ആ ക്ഷേത്രം ഈ മണ്ണിടിച്ചിൽ പൂർണ്ണമായും നാമാവശേഷമായ സ്ഥലമാണ്. ആ പ്രദേശമാകെ ഇപ്പോൾ ഡ്രോണിൻ്റെ പരിശോധന നടത്തി. അത് കഴിഞ്ഞ് രാവിലെ മൃതശരീരമുണ്ട് എന്ന് സംശയിക്കപ്പെട്ട ഒരു ഇടമുണ്ടായിരുന്നു, ആ ഇടത്തും പരിശോധന നടത്തി. ഇപ്പോൾ നമ്മൾ കാണുന്നത് മുകളിൽ ആകാശ ദൃശ്യങ്ങളിൽ ഹെലികോപ്റ്റർ കാണാം. എനിക്ക് തോന്നുന്നു അത് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററാണ്. ഒരു വ്യോമ നിരീക്ഷണം നടത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ആവശ്യമായിട്ടുണ്ട്. ഇപ്പോഴും ഇനി ഡ്രോണിൻ്റെ പരിശോധന മറ്റൊരു മേഖല കേന്ദ്രീകരിച്ച് നടത്താൻ പോകുന്നുണ്ട്. ഡ്രോൺ പരിശോധന നടക്കുന്നതിൻ്റെ 50 മീറ്റർ ദൂരപരിധിയിൽ വേണം ആളുകൾ മാറി നിൽക്കാൻ. അപ്പോൾ മാത്രമേ ഇമേജസ് ക്ലിയർ ആയി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആളുകളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഡ്രോൺ പരിശോധന. ഇവിടുത്തെ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും മാധ്യമപ്രവർത്തകരും ഒക്കെ ക്യാമ്പുകളിൽ ഉറ്റവരെ കാത്ത് അവരുടെ വിവരം കാത്ത് കഴിയുന്നവർക്ക് ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു വിവരം ഈ പരിശോധനകളിലൂടെയൊക്കെ പുറത്തു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നൊരു പക്ഷേ ചൂരൽമല മേഖലയിൽ ഇത്ര വലിയ അത്യാഹിതമുണ്ടായി. ഈ മേഖലയിൽ നിന്ന് മറ്റ് മൃതശരീരങ്ങളൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ ഊർജിതമായി തന്നെയാണ് തെരച്ചിൽ ഈ മണിക്കൂറുകളിലെല്ലാം കടന്നുപോയതും. ഇന്നത്തെ ദിവസത്തെ തെരച്ചിലിൻ്റെ സവിശേഷത ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിലിൽ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു സൂചന കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ്. അങ്ങനെയുണ്ടെങ്കിൽ സ്വാഭാവികമായും ദൗത്യസേനയ്ക്ക് അത് വളരെ ആശ്വാസകരമായ ഒന്നായിരിക്കും. കാരണം അവർക്ക് കുറെ കൂടി കൃത്യതയോടുകൂടി ആ പ്രദേശത്ത് പരിശോധനകൾ നടത്താമെന്നുള്ളതാണ്. നേരത്തെ ഈ പ്രദേശവാസികൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള, അവർ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് കൂടി കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ ഡ്രോൺ ബേസ്ഡ് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടക്കുന്നത്. ഇതിൻ്റെ ഇമേജിംഗ് സിസ്റ്റം വളരെ ആക്യുറേറ്റ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടിയുള്ള വിവരങ്ങൾ ഇതിൽ നിന്ന് വരും എന്ന് കരുതുന്നുണ്ട്. പക്ഷേ ഒരു ദുരന്ത മേഖലയിൽ ഇത് എത്രമാത്രം പ്രയോജനപ്പെടും എന്ന കാര്യം കൂടി അതുകൊണ്ടാണ് ഇതൊരു പരീക്ഷണ ഘട്ടമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്ക് ഈ പരിശോധനയും ആ പരിശോധനയുടെ ഫലങ്ങൾക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രോൺ താഴെ ഇറക്കിയിരിക്കുന്നു. ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് താഴെ ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇത് മറ്റൊരു ലൊക്കേഷനിലേക്ക് ഇത് മാറ്റും. അവിടെയായിരിക്കും പിന്നീട് തിരച്ചിൽ നടത്തുക. ഇപ്പോൾ 2 സോണുകളിലായി നടത്തിയിട്ടുള്ള തിരച്ചിലിൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഒരു തീർച്ചയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വിവരങ്ങൾ ഉണ്ടെങ്കിലും ഔദ്യോഗികമായി അത് പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ ചൂരൽമലയിലെ പരിശോധനയെ പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നത് ഇതാണ്. സ്കെയിൽ ഓക്കെ, കെ ആർ ഗോപികൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. വളരെ വ്യാപകമായ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്.